ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോട് വിനയത്തോട് പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 23 ഏപ്രിൽ 2026, ഈ മാസത്തിലെ 23-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 113-ാമത്തെ ദിവസം, ഉയർപ്പിന് ശേഷം 19-ാം ദിവസം, 484-ാമത്തെ എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം കുടുംബം ഒരു കൂട്ടായ്മ. കുടുംബം ഒരു കൂട്ടായ്മ. കുടുംബം ഒരു കൂട്ടായ്മ. അതിനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 127:1 ആണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ജാഗരിക്കുന്നു എന്നതാണ് ഇന്നത്തെ വാക്യം. മാനവ ജാതിയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ മുൻ നിയമിക്കപ്പെട്ട പദ്ധതി ഭൂമിയിൽ നടപ്പാക്കുവാൻ വേണ്ടി മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം രൂപപ്പെടുത്തിയെടുത്ത സംവിധാനമാണ് കുടുംബം. ആദിയിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ഏദൻ തോട്ടത്തിൽ വസിക്കുമാറാക്കി. ഈ വിധത്തിൽ ആദ്യത്തെ കുടുംബ ജീവിതത്തിന് ദൈവം അടിത്തറ പാകുകയും അതിനെ ആശീർവദിക്കുകയും ചെയ്തു. അതോടെ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും വീണ്ടും പൂവണിഞ്ഞു. വിശുദ്ധ സഭയുടെ കെട്ടുപണിയിൽ ദൈവം വിഭാവനം ചെയ്ത തന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൻ്റെ കണ്ണിയായിട്ടാണ് ഓരോ കുടുംബത്തെയും നാം കാണേണ്ടത്. അങ്ങനെ സഭ കാണുകയും ചെയ്യുന്നു. വ്യക്തികളായി മാത്രം പോരാ, കുടുംബമായി തൻ്റെ അതുല്യ സൃഷ്ടിയായ മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നോഹയുടെ പെട്ടകം പ്രളയകാലത്ത് അവൻ്റെ കുടുംബത്തിന് രക്ഷാസങ്കേതമായി ഭവിച്ചുവല്ലോ. ഇന്ന് കുടുംബം സഭയുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അടിത്തറ രൂപപ്പെടുത്തുന്ന ആണിക്കല്ലുകളാണ്. കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രത്തിലെ സമൂഹങ്ങളും കുടുംബങ്ങളും സാമ്പത്തികമായി മാത്രമല്ല, സാംസ്കാരികമായും ഭദ്രതയുള്ളവയായിരിക്കണം. മനുഷ്യന്റെ ജീവിതയാത്രയുടെ ആരംഭ സ്ഥാനമാണ് കുടുംബം. അതിനാൽ കുടുംബജീവിതത്തിലെ അന്തരീക്ഷത്തിൽ തന്നെ ശരിയായ ദർശനവും ശിക്ഷണവും ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആത്മീയതയുടെ ആദ്യ പാഠങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കുന്നതും സ്വന്തം ഭവനത്തിൽ നിന്നായിരിക്കണം. യഹൂദന് ഒരു കുട്ടി പിറന്നാൽ ഒരു വയസ്സ് തികയുന്നതോടെ ന്യായപ്രമാണത്തിന്റെ ബാലപാഠങ്ങൾ അവനെ പഠിപ്പിക്കുവാനുള്ള ശ്രമം ആരംഭിക്കുകയായി. ഇസ്രായേലേ കേൾക്ക, യഹോവ ഏകൻ തന്നെ എന്ന അടിസ്ഥാന തത്വം ചെറുപ്പം മുതൽ അവനെ മനസ്സിലാക്കുവാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കുന്നതായി അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹം രൂപവത്കരിക്കുന്നതോടെ അത് രാഷ്ട്രത്തിൻ്റെയും ഭാഗധേയത്തിൽ പങ്കാളികളാകുന്നു. കുടുംബം തകരുമ്പോൾ സമൂഹവും തകരുന്നു. ധാർമ്മിക അധപതനവും ആന്തരിക ജീർണതയും നേരിടുന്ന ആധുനിക സംസ്കാരം പരാജയപ്പെടുന്നത് കുടുംബതലങ്ങളിൽ തന്നെ അനുഭവപ്പെടുന്ന അപജയങ്ങളിൽ നിന്നാണ് എന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവസൃഷ്ടികളിൽ മനുഷ്യന് മാത്രം ദാനമായി ലഭിച്ചിട്ടുള്ള ഒരു അസുലഭ ഭാഗ്യമാണ് കുടുംബജീവിതം. എന്നാൽ ആധുനിക യുഗത്തിൽ മനുഷ്യൻ മഹത്വപൂർണമായ ഒരു കുടുംബജീവിതത്തിന്റെ പ്രസക്തി വിസ്മരിച്ചു കളയുന്നു. ശിഥിലീകരണത്തിന്റെ വിത്തുകൾ സാത്താൻ പാകുന്നത് ആദ്യം കുടുംബതലത്തിലുള്ള ഇടങ്ങളിൽ തന്നെയാണ് എന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദിയിൽ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങി വെച്ച കുടുംബം എന്ന സംവിധാനം സമൂഹത്തിൽ ഇന്നും സുശക്തവും അവിഭാജ്യ ഘടകവുമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിൽ അല്പമെങ്കിലും നിലനിൽക്കുന്ന കൂട്ടായ്മയുടെ അനുഭവമാണ് കുടുംബത്തിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നത്. വ്യവസായവൽക്കരണം
നഗരവൽക്കരണം, പാശ്ചാത്യവൽക്കരണം, സാംസ്കാരിക ജീവിതത്തിലെ ചില പുത്തൻ പ്രവണതകൾ മുതലായവ ഈ കൂട്ടായ്മയുടെ അനുഭവങ്ങൾക്ക് സാരമായ മങ്ങലേൽപ്പിച്ചു തുടങ്ങിയെങ്കിലും സങ്കല്പത്തിന്റെ പവിത്രത ഇന്നും നഷ്ടപ്പെടാതെ തന്നെ സജീവമായിരിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന ആധുനിക മുദ്രാവാക്യം ദൈവീക പദ്ധതികളുടെ നിഷേധം മാത്രമല്ല, ഏറെ പൈശാചികമായ സ്വാർത്ഥ ചിന്തകളുടെ ഉറവിടം കൂടിയാണ്. മനുഷ്യജീവനെ കുരുന്നിലെ തന്നെ നുള്ളിക്കളയുവാനുള്ള വിവിധ മാർഗങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. ആയുസ്സിന്റെ ദൈർഘ്യവും മുഴുവനും കൂട്ടുവാൻ ശക്തിയില്ലാത്ത, അതായത് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6:27 അത് പറയുന്നുണ്ട്, മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയെ ഒരു കുറ്റബോധമില്ലാതെ ഹനിക്കുവാൻ തയ്യാറാവുന്നു. ചെറിയ കുടുംബത്തെ ശിക്ഷിച്ചുകൊണ്ട് സന്തോഷം തേടുന്ന മനുഷ്യൻ സ്വന്തം മാതാപിതാക്കളെയും വീടിന് പുറത്താക്കുവാൻ തുടങ്ങി. അവരെ കാത്ത് തെരുവുകളിൽ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരവും നമുക്ക് ഏവർക്കും അറിയാം. ഒരു പ്രശസ്ത എഴുത്തുകാരൻ പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബം ഒരു കൂട്ടായ്മയായി വർത്തിക്കുന്നതിന് 5 കാര്യങ്ങൾ അത്യാവശ്യമാണ് എന്നാണ്. അഗാധമായ ദൈവവിശ്വാസം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആഴമായ സ്നേഹം, പരസ്പരം മനസ്സിലാക്കുവാനുള്ള കഴിവ്, അധ്വാനശീലം, പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനുമുള്ള സമനോഭാവം. ഇവയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് ദൈവവിശ്വാസം തന്നെ ആണ്. അതുണ്ടെങ്കിൽ മറ്റുള്ളവ താനെ ഉളവാകുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ജാഗരിക്കുന്നുവെന്ന് 127 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത് എത്രയോ അന്വർത്ഥമാണ് ഇവിടെയെന്ന് നാം നോക്കേണ്ടിയിരിക്കുന്നു. ഭൗതിക വിഭവങ്ങളുടെ സുലഭ്യത മാത്രം കുടുംബത്തെ സന്തുഷ്ടമാക്കുന്നുവെന്ന് പറയാനാകില്ല. ദുഃഖവും ഉത്കണ്ഠയും നിറഞ്ഞ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന എത്രയോ സമ്പന്നന്മാർ നമ്മുടെ ഇടയിൽ ഇന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മനുഷ്യജീവിതത്തിന്റെ വികാസ പരിണാമ പ്രക്രിയകൾ കുടുംബമെന്ന മൂലകം ഏറ്റവും നിസ്തുലമായ പങ്കുവഹിക്കുന്നു. വ്യക്തിയുടെ ബഹുമുഖമായ വളർച്ചയ്ക്ക് സ്നേഹ നിർഭരമായ കുടുംബാന്തരീക്ഷം തികച്ചും അത്യന്താപേക്ഷിതമാണ്. ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് കുടുംബം എന്ന് ആപ്തവാക്യം മനസ്സിലാക്കിക്കൊണ്ട് നാം അതിന് പ്രകാരം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് കർത്താവിൽ ശരണപ്പെടുക എന്നുള്ളതാണ്. അവൻ്റെ മക്കളായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നാം വേദപുസ്തകം പാരായണം ചെയ്യുകയും അത് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും, അതായത് മനസ്സിൽ തട്ടിച്ച് ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും അതോടൊപ്പം തന്നെ നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ മാത്രമേ നമുക്ക് ഒരു കുടുംബം ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. കുടുംബത്തിൽ നിന്നുമാണ് എല്ലാം ആരംഭിക്കുന്നത്. അതായത് നാം നല്ലവനാകണമെങ്കിലും ആകണമെങ്കിലും അത് ആ കുടുംബത്തിൽ നിന്നാണ് അവൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി നാം ഓരോരുത്തരും ഒരു കുടുംബം ഒരു കൂട്ടായ്മയാണ് എന്ന് മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുത്ത് പിതാക്കന്മാർ കാണിച്ചതായ വഴി അവരെയും പഠിപ്പിച്ച് വചനം അവരുടെ മനസ്സിൽ ഗ്രഹിപ്പിച്ചുകൊണ്ട് ഭക്തിജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നുവെന്ന് സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഉള്ളിൽ കടന്നുകൂടുന്നുവെങ്കിൽ ദൈവം ആ ഭവനത്തെ അനുഗ്രഹിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.